മഞ്ജു ഞാനിവിടെ എത്തി. പേടിയോ ടെൻഷനോ? ഞാൻ വളരെ കൂളല്ലേ. ഓക്കെ ഞാനിതാ എത്തി. ഹിയർ ഐ കം. സീ യു അങ്കിൾ. അങ്കിൾ നീ 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 എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? നിനക്കെന്താ കോങ്കണ്ണം പിടിച്ചോ? ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നീയല്ല, അവൻ എങ്ങനെ ഇവിടെ? യവൻ ലോ ലവൻ. അവൻ ഇവൻ. നിങ്ങൾ എന്താണ് ഇവിടെ? അപ്പൊ എന്റെ പ്രണയത്തിന് പാര പണിയാൻ വേണ്ടി ഇറങ്ങിയിരിക്കല്ലേ രണ്ടും. നിങ്ങളെ എന്താ ശങ്കു? എന്താ റാം? ഇവരെന്താ ഇവിടെ? അയ്യേ, നീ എന്താ ഈ വേഷത്തില്? നീയല്ലേ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് വരണമെന്ന്? ഇതാണോ സിമ്പിൾ? ഇത് വെറും സാമ്പിൾ. അത് പോട്ടെ, ഇവരെന്താ ഇവിടെ? ഇവരെന്താ ഇവിടെ? ആരവിടെ? അതാരാ അവിടെ? ഞാനാ ഇവിടെ. ഇയാളെങ്ങനെ ഇവിടെ? ഇവരാണോ 3 മണവാളന്മാർ? എന്താ നോക്കുന്നത്? ഇതെന്റെ വീട്, ഇവർ 300 എന്റെ മക്കൾ. ഡാഡി, ഇവർ 3 പേരും ആരൊക്കെയാണെന്നാണ് എന്റെ മക്കളോട് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇവന്റെ അച്ഛൻ എങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ ഡയമണ്ട് കൃഷി നടത്തുന്നു. നിന്റെ തന്ത ആർക്കൈപ്പിയിൽ ഉണ്ടാക്കുന്നു. മലപ്പുറത്തുകാർക്ക്. എന്റെ പെമ്പിള്ളേര് നിൽക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിന്റെ അച്ഛൻ വലിയ ബിസിനസ്സുകാരൻ. ഇന്ന് ഹോളണ്ട്, നാളെ പോളണ്ട്, മറ്റന്നാൾ തായ്ലൻഡ്, ഒലക്കട മൂട്. എന്റെ പൊന്നു മക്കളെ, സത്യത്തിൽ അവർ ആരാണെന്ന് നിനക്കറിയാം? ഈ അച്ഛന്റെ മുന്നിൽ കൈ നീട്ടി ഓച്ചാനിച്ച് കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന 3 പിച്ചക്കാരുടെ മക്കളാണ് ഇവർ. എന്താടാ അന്ന് എന്നെ വെല്ലുവിളിച്ചല്ലോ? അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ വഴിയല്ലേ? എന്റെ മക്കളെ മയക്കി എന്റെ കാശ് കൊണ്ട് കൊട്ടാരം ലേലത്ത് പിടിക്കാമെന്ന. കൊട്ടാരം എന്റേത് തന്നെയാകും. നിങ്ങൾ നോക്കൂ, അവിടെ എന്റെ 3 പെമ്മക്കളും അവരുടെ ഭർത്താക്കന്മാരും ദരിദ്രവാസികളായ നിങ്ങളല്ല. അവരെ കെട്ടാൻ യോഗ്യതയുള്ള ഭർത്താക്കന്മാരുമായി ആ കൊട്ടാരത്തിൽ സുഖിച്ച് ആനന്ദ തുന്തിരരായി വാഴും. ഇറങ്ങിപ്പോടാ. അങ്ങനെ മാത്രം. എക്സ്ക്യൂസ് മീ, ഈ കടയിൽ പൊട്ടുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്ത് ചോദ്യ സാറേ ഇത്? സുരേഷ് ഗോപിയുടെ പടത്തിൽ തോക്കുണ്ടോന്ന് ചോദിക്കുന്ന പോലെ. ഇവിടെ പൊട്ടുന്ന സാധനങ്ങളെ ഉള്ളൂ. കുഴപ്പമായി. പിന്നെ ഈ കടയ്ക്ക് ഇൻഷുറൻസ് ഉണ്ടോ? LIC ഉണ്ട്, പക്ഷെ അതൊന്നും അടയ്ക്കാറില്ല. കുഴപ്പമായി. അല്ല, പിന്നെ ഈ സാറിന് ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെ വല്ലതും ഉണ്ടോ? അയ്യോ, എല്ലാം ഉണ്ട്. എന്താ കാര്യം? മൊത്തം കുഴപ്പമാണല്ലോ. അത് ഞാൻ പിന്നെ സോറി, 1000 വട്ടം സോറി. എനിക്ക് എന്റെ സോറി കേൾക്കണ്ട. സ്റ്റോപ്പ് ഇറ്റ്. ലയർ. അമ്മേ, എന്റെ രഞ്ജു, എന്റെ അവസ്ഥ അറിഞ്ഞാൽ നീ എന്നെ വിട്ടുപോകുമെന്ന് പേടിച്ചിട്ടാ ഞാൻ അങ്ങനെയൊക്കെ. അങ്ങനെ കള്ളം പറഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ഫ്രോഡുകൾ എനിക്ക് വേണ്ട. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് നിന്റെ മനസ്സറിയാം. അങ്ങനെ ഇങ്ങനെ ഒന്നും നിനക്ക് എന്നെ മറക്കാൻ പറ്റില്ല. ആര് പറഞ്ഞു? കള്ളന്മാരെ ഫ്രോഡുകളെയൊന്നും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ തന്റെ ഡാഡി ചെയ്ത പണി. എന്റെ ഡാഡിനെ പറയുന്നു. ഇനി ഈ ജന്മത്തിൽ ഒരിക്കലും ഞാൻ നിന്നോട് കള്ളം. സത്യം. ഷുവർ. ഒരു കള്ളവും പറഞ്ഞ് എനിക്കൊന്നും കേൾക്കണ്ട. मंजू ഞാൻ പറയുന്നൊന്ന് കേക്ക്. I just want love, not your money. Money is nothing यार. अरे मैं एक सीधा साधा लड़का हूँ यार. പോയാ? ഓ, ഇവിടെ നിൽക്കായിരുന്നു. നീ വെറും കൈയോടെ വന്നാലും നിന്നെ ഞാൻ കൊണ്ടുപോകും, ഒരു മാലാഖയെ പോലെ. മോളോ. ഹായ് ഹാൻസം. ഇത്രയും നല്ല വാക്കുകൾ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഐ ആം റെഡി. കം ഓൺ. കുട്ടിന് 30% ഡിസ്കൗണ്ട്. ആള് മാറിപ്പോയി. 50%. വേണ്ട. ഫ്രീ. ഒന്നെടുത്ത ഒന്ന് ഫ്രീ. വേണ്ടേ പോ. എക്സസൈസ് എന്ത് രസം ഇവിടെ കൂടെ ഓടാൻ. This is not nice, huh?
सॉरी यार, गलती हो गई. लव यू. എന്നാലും എന്റെ ശങ്കരേട്ടൻ എന്നോട് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് ഇത് നിരഞ്ജൻ ചെയ്തതിനേക്കാൾ കടുപ്പമായി പോയി. നിരഞ്ജന? ഏത് നിരഞ്ജൻ? ഹരിചന്ദനത്തിലെ നിരഞ്ജൻ ഉണ്ണിമായോട് കാണിച്ചതിനേക്കാൾ കടുപ്പം. മാനസപുത്രിയിലെ തോബിയാസ് സോഫിയോട് ചെയ്തതിനേക്കാൾ. ശങ്കരേട്ടൻ കാണിച്ച നാടകത്തിൽ നഷ്ടപ്പെട്ടത് ശങ്കരേട്ടനാ? ഒരു പാവം പെണ്ണിന്റെ വിശ്വാസമാണ്. ഇത് സീരിയൽ ഡയലോഗാ? ഇവളോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മിസ് സഞ്ജന ദിനകരൻ പോകാൻ വരട്ടെ. നിനക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല. എനിക്കും നിനക്കും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയുമോന്ന് ആർക്കും അറിയില്ല. Am I right, മിസ് സഞ്ജന? പക്ഷെ നീ ഒരു കാര്യം അറിയണം. നിന്റെ സ്നേഹം അത് മാത്രം കൊതിച്ചാണ് ഞാൻ ഈ കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറഞ്ഞത്. പക്ഷേ നീ എന്നെ മനസ്സിലാക്കിയില്ല. I'm sorry, ശങ്കു. ഏറ്റു